പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: പഴയ നിയമത്തിൽ ഒരു അധ്യായം മാത്രമുള്ള ഏക പുസ്തകം. ഉത്തരം: ഓബദ്യാവ്. ക്വസ്റ്റ്യൻ: ഓബദ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഏതു വാക്കോടു കൂടിയാണ്? ഉത്തരം: ഓബദ്യാവിൻ്റെ. ക്വസ്റ്റ്യൻ: ഓബദ്യാവ് പ്രവചിച്ചത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ഏദോമിനെ കുറിച്ച്. ഓബദ്യാവ് 1:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറവാൻ യഹോവ ദൂതനെ അയച്ചത് എവിടെ? ഉത്തരം: ജാതികളുടെ ഇടയിൽ. 1:1. ക്വസ്റ്റ്യൻ: ജാതികളുടെ ഇടയിൽ അല്പവും ധിക്കരിക്കപ്പെട്ടുമിരിക്കുന്ന ജനമേത്? ഉത്തരം: ഏദോം. ഓബദ്യാവ് 1:2. ക്വസ്റ്റ്യൻ: യഹോവ ജാതികളുടെ ഇടയിൽ അല്പമാക്കിയത് ആരെ? ഉത്തരം: ഏദോമിനെ. 1:2. ക്വസ്റ്റ്യൻ: ഏദോമിന് ചതിവായി തീർന്നത് അവന്റെ ഏത് സ്വഭാവമായിരുന്നു? ഉത്തരം: ഹൃദയത്തിന്റെ അഹങ്കാരം. 1:3. ക്വസ്റ്റ്യൻ: പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവൻ ആര്? ഉത്തരം: ഏദോം. 1:3. ക്വസ്റ്റ്യൻ: ഏദോമിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം എന്തായിരുന്നു? ഉത്തരം: ആർ എന്നെ നിലത്ത് തള്ളിയിടും. 1:3. ക്വസ്റ്റ്യൻ: നീ കഴുകനെപ്പോലെ ഉയർന്നാലും എന്തിന്റെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്നാണ് യഹോവ ഏദോമിനോട് അരുളിച്ചെയ്തത്. ഉത്തരം: നക്ഷത്രങ്ങളുടെ. 1:4. ക്വസ്റ്റ്യൻ: നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചിരുന്നതാര്? ഉത്തരം: ഏദോം. 1:4. ക്വസ്റ്റ്യൻ: ഏത് പഴം പറിക്കുന്നവരാണ് ഏദോമിന്റെ അടുക്കൽ വന്നാൽ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കുന്നത്? ഉത്തരം: മുന്തിരിപ്പഴം. 1:5. ക്വസ്റ്റ്യൻ: മുന്തിരിപ്പഴം പറിക്കുന്നവൻ ശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം: കാലാപ്പഴം. 1:5. ക്വസ്റ്റ്യൻ: സന്ധിയുള്ളവർ ചതിച്ച് തോൽപ്പിച്ചതാരെ? ഉത്തരം: ഏദോമിനെ. 1:7. ക്വസ്റ്റ്യൻ: ഒട്ടും ബുദ്ധിയില്ലാത്തത് ആർക്ക്? ഉത്തരം: ഏദോമിന്. 1:6-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വിവേകികൾ വസിക്കുന്ന പർവ്വതമേത്? ഉത്തരം: ഏശാവിന്റെ പർവ്വതം. 1:8. ക്വസ്റ്റ്യൻ: എവിടെ നിന്നാണ് യഹോവ ജ്ഞാനികളെ നശിപ്പിക്കുന്നത്? ഉത്തരം: ഏദോമിൽ നിന്ന്. 1:8. ക്വസ്റ്റ്യൻ: എവിടെ നിന്നാണ് യഹോവ വിവേകത്തെ നശിപ്പിക്കുന്നത്? ഉത്തരം: ഏശാവിന്റെ പർവ്വതത്തിൽ നിന്ന്. 1:8. ക്വസ്റ്റ്യൻ: ഏശാവിന്റെ പർവ്വതത്തിൽ ഏവരും ഛേദിക്കപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: കുലയാൽ. 1:9. ക്വസ്റ്റ്യൻ: ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കുലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം ആരുടെ വീരന്മാരാണ് ഭ്രമിച്ചു പോകുന്നത്? ഉത്തരം: തേമാന്റെ. 1:9.
ക്വസ്റ്റ്യൻ സഹോദരനോട് ചെയ്ത സാഹസം നിമിത്തം ലജ്ജ മൂടുന്നതാരെ? സഹോദരൻ ആര്? ഉത്തരം ഏശാവിനെ. സഹോദരൻ യാക്കോബ്. 1:10. ക്വസ്റ്റ്യൻ ആരാണ് സദാകാലത്തേക്കും ഛേദിക്കപ്പെടുന്നത്? ഉത്തരം ഏശാവ്. 1:10. ക്വസ്റ്റ്യൻ അന്യദേശക്കാർ ഏത് പട്ടണത്തിനാണ് ചീട്ടിട്ടത്? ഉത്തരം യെരുശലേമിന്. 1:11. ക്വസ്റ്റ്യൻ എപ്പോഴാണ് അന്യജാതിക്കാർ യാക്കോബിന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിനെ ചീട്ടിടുകയും ചെയ്തത്? ഉത്തരം ഏദോം എതിരെ നിന്ന നാളിൽ. 1:11. ക്വസ്റ്റ്യൻ ആരുടെ അനർത്ഥ ദിവസം കണ്ട് രസിക്കേണ്ടതല്ല എന്നാണ് യഹോവ ഏദോമിനോട് പറഞ്ഞത്? ഉത്തരം തന്റെ സഹോദരന്റെ. 1:12. ക്വസ്റ്റ്യൻ അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല, അവരുടെ കഷ്ടദിവസത്തിൽ നീ വമ്പു പറയേണ്ടതല്ല. ആരുടെ? ഉത്തരം യഹൂദ്യരുടെ. 1:12. ക്വസ്റ്റ്യൻ യഹോവയുടെ ജനത്തിന്റെ അപായ ദിവസത്തിൽ എന്തെല്ലാം ചെയ്യരുത് എന്നാണ് യഹോവ ഏദോമിനോട് പറയുന്നത്? ഉത്തരം അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല, അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല, അവരുടെ സമ്പത്തിന്മേൽ കൈവയ്ക്കേണ്ടതല്ല. 1:13-14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ സകല ജാതികൾക്കും അടുത്തിരിക്കുന്നത് എന്ത്? ഉത്തരം യഹോവയുടെ നാൾ. 1:15. ക്വസ്റ്റ്യൻ സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങിവരും. വേദഭാഗം ഏത്? ഉത്തരം ഓബദ്യാവ്. 1:15. ക്വസ്റ്റ്യൻ അവർ മോന്തി കുടിക്കുകയും ജനിക്കാത്തവരെ പോലെ ആകുകയും ചെയ്യും. ആര്? ഉത്തരം സകല ജാതികളും. 1:16. ക്വസ്റ്റ്യൻ ഏത് പർവ്വതത്തിലാണ് വിശുദ്ധമായൊരു രക്ഷിതഗണം ഉണ്ടാകുന്നത്? ഉത്തരം സിയോൻ പർവ്വതത്തിൽ. 1:17. ക്വസ്റ്റ്യൻ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് വീഞ്ഞു കുടിച്ചു മത്തരായത് ആർ? ഉത്തരം ഏദോം, ഏദോമ്യർ. 1:1-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ആരാണ് തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കുന്നത്? ഉത്തരം യാക്കോബ് ഗൃഹം. 1:17. ക്വസ്റ്റ്യൻ ഏത് ഗൃഹത്തിന് ശേഷിപ്പ് ഉണ്ടാകയില്ല എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ഏശാവ് ഗൃഹത്തിന്. 1:18. ക്വസ്റ്റ്യൻ ഏത് ഗൃഹമാണ് ജ്വാലയാകും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യോസേഫ് ഗൃഹം. 1:18. ക്വസ്റ്റ്യൻ യാക്കോബ് ഗൃഹം തീയും യോസേഫ് ഗൃഹം ജ്വാലയുമാകുമ്പോൾ താളടിയാകുന്നത് ആര്? ഉത്തരം ഏശാവ് ഗൃഹം. 1:18. ക്വസ്റ്റ്യൻ ഏശാവിന്റെ പർവ്വതം കൈവശമാക്കുന്നത് ആര്? ഉത്തരം തെക്കേ ദേശക്കാർ. 1:19. ക്വസ്റ്റ്യൻ ഫെലിസ്ത്യദേശം കൈവശമാക്കുന്നത് ആര്? ഉത്തരം താഴ്വീതിയിലുള്ളവർ. 1:19. ക്വസ്റ്റ്യൻ
ബെന്യാമീൻ കൈവശമാക്കുന്ന ദേശമേത്? ഉത്തരം ഗിലെയാദ്. 1:19. ക്വസ്റ്റ്യൻ: സാരെഫാത്ത് വരെ കനാന്യർക്കുള്ളത് കൈവശമാക്കുന്നതാര്? ഉത്തരം പ്രവാസികളായി പോയ ഇസ്രായേൽ മക്കൾ. 1:20. ക്വസ്റ്റ്യൻ: തെക്കേ ദേശത്തെ പട്ടണങ്ങൾ കൈവശമാക്കുന്നതാര്? ഉത്തരം സെഫാരദിലുള്ള യെരുശലേമ്യ പ്രവാസികൾ. 1:20. ക്വസ്റ്റ്യൻ: ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് ആരാണ് സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലുന്നത്? ഉത്തരം രക്ഷകന്മാർ. 1:21. ക്വസ്റ്റ്യൻ: ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തെ ന്യായം വിധിക്കും. ആരാണ് ന്യായം വിധിക്കുന്നത്? പർവ്വതങ്ങൾ ഏതൊക്കെ? ഉത്തരം ന്യായം വിധിക്കുന്നത് രക്ഷകന്മാർ. പർവ്വതങ്ങൾ: ഏശാവിന്റെ പർവ്വതം, സിയോൻ പർവ്വതം. 1:21. ക്വസ്റ്റ്യൻ: രാജ്യത്വം യഹോവയ്ക്ക് ആകുമെന്ന് ഏത് പ്രവചന പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓബദ്യാവ്. 1:21. ക്വസ്റ്റ്യൻ: നാം യഹോവയിങ്കിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ ഒരു ദൂതനെ അയച്ചിരിക്കുന്നു. എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക. ആരുടെ വാക്കുകൾ? ഉത്തരം ഓബദ്യാവ്. 1:1. ക്വസ്റ്റ്യൻ: പുസ്തകത്തിന്റെ പേരിൽ തന്നെ ആരംഭിക്കുന്ന ഒരു പുസ്തകം. ഉത്തരം ഓബദ്യാവ്. ക്വസ്റ്റ്യൻ: ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. ഉത്തരം ഓബദ്യാവ്. ക്വസ്റ്റ്യൻ: ഓബദ്യാവ് എന്ന പേരിന്റെ അർത്ഥം. ഉത്തരം യഹോവയുടെ ദാസൻ. ക്വസ്റ്റ്യൻ: ഓബദ്യാവ് ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31-ാമത്തെ പുസ്തകം. ഒരു അധ്യായം, 21 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എത്ര ഓബദ്യാവുമാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്? ഉത്തരം 13. താങ്ക്സ് ഫോർ വാച്ചിങ്.